ഹലോ. ഓക്കെ, നമ്മുടെ പ്രധാന ട്രെയിനിങ് നമ്മുടെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനിലെ വീഡിയോ ലെസൺസ് ആണെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും കൂടുതൽ വ്യക്തത വരുത്തുന്നതിനുമുള്ള ഒരു വീക്കിലി സൂം മീറ്റിംഗ് ആണ് ഈ വോക്കൽ ക്ലബ് മീറ്റിംഗ്. അപ്പോൾ അതിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ നമ്മൾ ഒരു പാട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതാരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്ന് രണ്ട് ടെക്നിക്കൽ ഇഷ്യൂസ് എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ഡെസ്ക്ടോപ്പിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ക്ലാസ്സിൽ ഞാനത് രണ്ടാമത്തെ സൂം മീറ്റിംഗിൽ അത് മൊബൈലിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ആരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാമോ? നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് അത് സക്സസ് ആയവർ ട്രൈ ചെയ്തു ഓക്കെ ആയവരൊന്ന് സംസാരിക്കാമോ? ഓഡിയോ ക്ലിയർ അല്ല. മറ്റാർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? അതിൽ ഒന്ന് രണ്ട് ടെക്നിക്കൽ ഇഷ്യൂസ് ചിലരെന്നോട് പറഞ്ഞു എങ്ങനെ ആ പാട്ട് ഡൗൺലോഡ് ചെയ്യും. അപ്പൊ ഡൗൺലോഡ് ചെയ്യാനായിട്ട് യൂട്യൂബിൽ തന്നെ ജസ്റ്റ് പോയിട്ട് ഡൗൺലോഡ് യൂട്യൂബ് വീഡിയോ, അതിനോടൊപ്പം മലയാളം ഒന്നും കൂടെ ടൈപ്പ് ചെയ്താൽ യൂട്യൂബ് വീഡിയോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഒരുപാട് കണ്ടന്റ് അതിനകത്തുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്യുക, ലിറിക്സ് ഉള്ള യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് VLC എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് പാട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അത് ട്രൈ ചെയ്ത ഒരാൾ എനിക്ക് വേറെയും ഒരു കാര്യം പറഞ്ഞിരുന്നു, അതിനകത്ത് സ്ലോ ചെയ്യാൻ പറ്റും, വരി സ്ലോ ചെയ്യാൻ പറ്റും. അപ്പൊ സംഗതികളൊക്കെ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് ആ സ്ലോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കാണാം, അല്ലെങ്കിൽ ആ ഒരു പാട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഞാനിപ്പോ ഓഡിബിൾ ആണല്ലോ അല്ലേ? ഒരു റിയാക്ഷൻ തരാമോ? റിയാക്ഷൻ ബട്ടൺ. ഓക്കെ, നിർമ്മല. ഓക്കെ, താങ്ക് യു. യെസ്, ഓക്കെ, ഓഡിബിൾ ആണ്. അപ്പൊ ഇനി പറയാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത് എന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പലരും വളരെ ആവേശത്തിലും ഉത്സാഹത്തിലും ഒക്കെ നമ്മുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുന്നു എങ്കിലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യുന്നു. ഒരുപക്ഷെ അവരുടെ തിരക്കും ഉണ്ടാകാം. പക്ഷെ ആ ഒരു പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്ത് തന്നെ ആകണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇന്ന് മീറ്റിംഗിൽ ഞാൻ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്തവരെ ഒന്ന് റിമൈൻഡ് ചെയ്തത് അങ്ങനെയാണ്. വീഴുക എന്ന് പറയുന്നത് പരാജയമല്ല. വീഴ്ച എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ വീണിടത്ത് നിന്ന് എണീക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് പരാജയം. നമ്മുടെ കോഴ്സിനെ സംബന്ധിച്ചും കോഴ്സിൽ ഒരുപക്ഷെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അതൊരു പരാജയമല്ല, അതൊരു ഫെയിലുവർ അല്ല. ബട്ട് അത് അങ്ങ് അവിടെ തന്നെ അങ്ങ് കളഞ്ഞിട്ട് അത് ഡ്രോപ്പ് ചെയ്ത് പോകുന്നതല്ല അതിൻ്റെ ഒരു സക്സസ്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാകും. ബട്ട് തിരിച്ചു പിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അത് പറയാനായിട്ട് ഒരു കാരണം കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ കോഴ്സിന്റെ അനാലിസിസ് കാണിച്ചു തരാം. അതിനകത്ത് 100% കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവര് 4 പേരാണ് കാണിക്കുന്നത്. ഈ 3 മന്ത്സിൽ, ലാസ്റ്റ് 3 മന്ത്സിൽ 4 പേരാണ് കാണിക്കുന്നത്. 76നും 99% പൂർത്തിയാക്കിയത് 12 പേരാണ്. അത് കോഴ്സ് കംപ്ലീഷനെ കുറിച്ച്. ചാപ്റ്റർ കംപ്ലീഷൻ, ഓരോ ചാപ്റ്ററും എത്ര ശതമാനം പേര് കംപ്ലീറ്റ് ചെയ്തു നോക്കുമ്പോൾ അവസാനം അവസാനം വരുമ്പോൾ ഉപസംഹാരം കണ്ടത് 18% പേരാണ്. അപ്പൊ ആദ്യത്തെ ആമുഖം 80% പേര് കണ്ടു. പിന്നെ പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. വീണ്ടും ലീഡ് ബോർഡിൽ എനിക്ക് അറിയാൻ പറ്റും 100% കംപ്ലീറ്റ് ചെയ്ത് ആരൊക്കെയാണെന്ന് എനിക്ക് ഇവിടെ ലീഡ് ബോർഡിൽ അറിയാൻ പറ്റും.
അതില് ഒരുപക്ഷെ നിങ്ങളുടെ പേര് ഇതിലുണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി അത് കാണിക്കുന്നില്ല. സ്റ്റാർട്ട് ചെയ്തിട്ട്, ഐ മീൻ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ലെസൺ പോലും കാണാത്തവരും ഉണ്ട്. നിങ്ങൾ എന്നാണ് കോഴ്സിലെ ഏറ്റവും ഒടുവിൽ ആ ലെസൺ കണ്ടത് എന്നുള്ള റിപ്പോർട്ടും എനിക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഞാനത് ചെക്ക് ചെയ്തപ്പോൾ ശരിക്കും എനിക്കൊരു വിഷമം തോന്നി. നമ്മൾ ഇത്രയും ഒരു കോഴ്സ് വളരെ പ്രതീക്ഷയോടുകൂടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കിയാലും നിങ്ങൾ നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ, അതിന് വേണ്ടുന്ന കെയർ കൊടുത്തില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യാനായിട്ടും നിങ്ങളെ ഒന്ന് അതിലേക്ക് തിരിച്ച് ആ ട്രാക്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഞാനിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കിത് തിരിച്ചിതിലേക്ക് വരാൻ പറ്റും? ഒന്ന്, സ്റ്റേ കണക്റ്റഡ് എന്നുള്ളതാണ്. നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ഒന്ന്, ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് എന്നോട് നിങ്ങളുടെ കോഴ്സിന്റെ ഡെവലപ്മെന്റ് നിങ്ങൾ പറയുക. രണ്ടാമത്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ കോഴ്സ് എടുത്തിട്ടുള്ള മറ്റു പ്രിയപ്പെട്ടവരോട് നിങ്ങളൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കിയിരിക്കുക. അതിന് നമ്മുടെ നല്ല പ്ലാറ്റ്ഫോം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. അപ്പോൾ സ്റ്റേ കണക്റ്റഡ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ നമ്മുടെ സൂം മീറ്റിംഗ് ഒരു പ്രധാന ഘടകമാണ്. വീക്കിലി സൂം മീറ്റിംഗ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുന്നു. ഒരുപക്ഷെ പ്രധാനമായിട്ട് ഒന്നും നടന്നില്ലെങ്കിലും, ഒന്നും നമ്മൾ അതിനെക്കുറിച്ച് പുതിയതായിട്ട് ആ വോക്കൽ ക്ലബ് മീറ്റിങ്ങിൽ പഠിച്ചില്ല എങ്കിലും, മീറ്റിംഗിൽ വന്ന് ആരൊക്കെ പങ്കെടുക്കുന്നു എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ ബാക്കിയുള്ളവരുടെ സംസാരം ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്ക് വരാനായിട്ടുള്ള ഒരു ഉത്സാഹം തോന്നും. അപ്പൊ അതുകൊണ്ട് വൺസ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ ഒരിക്കൽ വീക്കിലി സൂം മീറ്റിംഗിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. രണ്ടാമത്, കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കമ്മ്യൂണിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത്? കമ്മ്യൂണിറ്റി ഇതുവരെ ആക്സസ് ചെയ്യാത്തവരുണ്ടായിരിക്കാം. അപ്പോ മെസ്സേജ് സെക്ഷനിൽ പോയിട്ട് അവിടെ നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ വോക്കൽ വോയിസ് ട്രെയിനിങ് മലയാളം ലൈഫ് ടൈം ആക്സസ് എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇതിൽ കഴിഞ്ഞ ഈ ആഴ്ചയിൽ കുറെ പേരൊക്കെ അതിനകത്ത് എൻഗേജ്ഡ് ആകാൻ ശ്രമിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? ഷംന, ഗുഡ് ഈവനിങ്, സെയിം ടു യു. ദെൻ നൈസ് പോസ്റ്റ് സം സോങ്സ്. ആരാ? ശശിധരൻ. പിന്നെ ഒരു ഡൗട്ട് ഷംന ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോ മൊബൈൽ ഫോണിൽ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്പ് ഏതാണ് ബെറ്റർ? അപ്പോൾ അതിനകത്ത് ആരും ആൻസർ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഇന്ന് പറഞ്ഞത്. യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഫീൽ ഇതിനകത്തുണ്ടാണ്. നമ്മളെല്ലാം ഒരു ഫാമിലി എന്നുള്ള ആ ഒരു ഫീൽ ഇതിനകത്തുണ്ടാണ്. പരസ്പരം ഹെൽപ്പ് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾ ഓരോ ദിവസം എക്സസൈസ് ചെയ്തിട്ട് ഞാൻ ഇന്ന് എക്സസൈസ് ചെയ്തു എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ട് ഞാൻ ഇന്ന് എക്സസൈസ് ചെയ്തു, അത് കേൾക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് നാളെ അതുപോലെ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്തു, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഒറ്റയ്ക്കിരുന്നത് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ ഒരു റെസ്പോൺസിബിൾ ആകുക. മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് റെസ്പോൺസിബിൾ റെസ്പോൺസിബിൾ ആകുക. എങ്കിൽ മാത്രമേ അതിനകത്ത് നാളെയും ചെയ്യാനായിട്ടുള്ള ഒരു 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 പുഷ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു തന്നെ പോവുക. കമ്മ്യൂണിറ്റിയിലും സൂം മീറ്റിങ്ങിലും ഒക്കെ നിങ്ങളൊന്ന് ആക്റ്റീവ് ആകുക. പലപ്പോഴും ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യം എന്തെന്ന് തോന്നുമായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു ശരിക്കുള്ള ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയാൽ മാത്രമേ അടുത്ത ദിവസം ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഉത്സാഹം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ സൂം മീറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, കമ്മ്യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്ന ഒരു കാര്യമാണ് പേഴ്സണൽ ട്രെയിനറോട് പേഴ്സണൽ മെസ്സേജ് അയച്ച് ഇത്രാമത്തെ ലെസൺ നിങ്ങൾ ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഞാനത് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അപ്ഡേഷൻ എനിക്ക് ഈ വാട്സപ്പിലൂടെയും അറിയാൻ പറ്റും. നമ്മുടെ പ്രധാന വാട്സപ്പിൽ തന്നെ
നിങ്ങൾ റിപ്ലൈ ചെയ്യുമ്പോൾ ആ ലെസനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ ഞാനത് എഴുതി വെക്കുന്നുണ്ട്. ഇന്നയാൾ ഇത്രാമത്തെ ക്ലാസ് കഴിഞ്ഞു എന്നുള്ളത് ഞാനത് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ ലെസന്റെയും അവസാനം ഞാനത് പറയുന്നുമുണ്ട്. ഇപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർ പോലും ഈ ഞാൻ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് അവർ എനിക്കൊരു റിപ്പോർട്ട് തന്നിട്ടില്ല. ഞാൻ ഒരുപക്ഷെ ചോദിക്കുമ്പോഴോ ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ലെസൺ സെറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ അവസാനം ഓരോ ലെസന്റെയും അവസാനം പറയുന്നത് എന്താ? നമ്മുടെ ഈ ലെസന്റെ ഓരോ ലെസന്റെയും അവസാനം പറയുന്നത്, ഈ ലെസൺ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് മറുപടി തരണം, മറുപടി തരണം, വാട്സപ്പിൽ മറുപടി തരണം, എനിക്ക് ആ ശബ്ദം നിങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കണം. ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ എനിക്കൊരു റിപ്പോർട്ട് തരേണ്ടതുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് എന്നെ അറിയിക്കേണ്ടതുണ്ട്. അപ്പൊ അത് തരാത്തത് കൊണ്ടാണ് നിങ്ങൾ തിരിച്ച് എവിടെ റിപ്പോർട്ടിംഗ് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ച് പിറ്റേ ദിവസം ചെയ്യാനായിട്ടുള്ള ഒരു ഇതില്ലാത്തത്. അപ്പൊ ഇപ്പോ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത ഒരാള് നവംബറിൽ എങ്ങാണ്ട് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത ഒരാള്, അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ണി ഇവിടെ ഉണ്ടോ? ഉണ്ണി എന്ന് പറയുന്ന ഒരാളുണ്ടോ? നോക്കട്ടെ. ഇല്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തു പോയി. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത് ചെയ്താലും ലെസൺ ചെയ്തതിന് ശേഷം എനിക്ക് റിപ്പോർട്ട് ചെയ്യുക. പുള്ളി ഇപ്പോ 9ാമത്തെ ലെസൺ എങ്ങാണ്ട് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും കഴിയുമ്പോഴും ഓരോ ദിവസവും ലെസൺ ചെയ്തിട്ട് തീർച്ചയായിട്ടും എനിക്ക് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പേഴ്സണലി എന്നോട് ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഇന്ന് ഇത്രാമത്തെ ലെസണാണ് ചെയ്തത് എങ്കിലും ഒരു മെസ്സേജ് ഇടുക. അപ്പൊ സൂം മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു, കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു, പിന്നെ പേഴ്സണൽ ചാറ്റ് സപ്പോർട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. പിന്നെ ഒരു കാര്യമാണ് സ്കോർ ബോർഡ് എന്ന് പറയുന്നത്. 12ാമത്തെ ലെസൺ കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിക്കുന്നു, സ്കോർ ബോർഡ് എവിടെയാണ് സാറേ? അപ്പൊ അത് ആദ്യത്തെ ലെസൺസ് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം. സ്കോർ ബോർഡ് എവിടെയാണ് ഉള്ളത്? 1ാമത്തെ ചാപ്റ്ററിന്റെ ചാപ്റ്റർ റിസോഴ്സസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമുക്ക് സ്കോർ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ സ്കോർ ബോർഡിൽ നിങ്ങളുടെ ഓരോ ദിവസത്തെയും സ്കോർ മാർക്ക് ചെയ്യും, അല്ലെ? അപ്പൊ ഓരോ ദിവസത്തെയും സ്കോർ മാർക്ക് ചെയ്യുമ്പോൾ ആ ഡേറ്റ് ഇട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നാളെ ചെയ്യാനായിട്ടുള്ള ഒരു കണ്ടിന്യൂവേഷൻ, എന്താ പറയണ, ഒരു സെൽഫ് മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. ഉണ്ണികൃഷ്ണൻ ഉണ്ട്. വെരി ഗുഡ് ഉണ്ണി, ഹായ്. മെസ്സേജ് ചെയ്തിരിക്കുവാണ് ഉണ്ണി. അപ്പോ ഈ സ്കോർ ബോർഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ പ്രോഗ്രസ് അറിഞ്ഞാലേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകും. അപ്പൊ ഞാൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു, സൂം മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു, പേഴ്സണൽ ചാറ്റ് സപ്പോർട്ട് പറഞ്ഞു, സ്കോർ ബോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പല പ്ലാറ്റ്ഫോമുകളിലും കാണുന്നത് പോലെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടന്റ് തന്നിട്ട് നിങ്ങളുടെ പുറത്ത് ഇതെല്ലാം അടിച്ചേൽപ്പിച്ചിട്ട് അങ്ങ് വിടുകയല്ല ഓക്കൽ കെയറിൽ നമ്മൾ ചെയ്യുന്നത്. നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. നിങ്ങളിൽ ആ ഒരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കുമ്പോഴാണ്, നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പോഴല്ല എനിക്ക് ശരിക്കും സത്യത്തിൽ ഒരു സന്തോഷം തോന്നുന്നത്. ഒരാൾ സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അയാളുടെ ശബ്ദം, അയാൾ സ്റ്റാർട്ട് ചെയ്തതിൽ നിന്ന് അവരുടെ ബ്രീത്തിങ് കപ്പാസിറ്റിയിലും സിംഗിങ്ങിനോടുള്ള ആറ്റിറ്റ്യൂഡിലും പാട്ടുകാരോടുള്ള ആറ്റിറ്റ്യൂഡിലും ഒക്കെ ഒരു വിശാലമായ ഒരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് എനിക്ക് സത്യത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പൊ അത് തരിക, അത് പ്രൊഡ്യൂസ് ചെയ്യുക. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, പ്രയോറിറ്റിയിലാണ് കാര്യം കേട്ടോ. ഇപ്പൊ തിരക്ക് എല്ലാവർക്കും ഉണ്ട്. അതപ്പോ അമേരിക്കൻ പ്രസിഡന്റിനും ഉണ്ട്, എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും 24 hours എന്ന് പറയുന്ന നല്ല തിരക്കുണ്ട്. പക്ഷെ പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു 20 മിനിറ്റ്, അത് ഇന്ന സമയം വേണമെന്ന് നമ്മൾ നിർബന്ധമൊന്നും പറയുന്നില്ലല്ലോ. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അതൊക്കെ ഇവിടെ രാത്രി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തവരുണ്ട്. രാത്രിയൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് വളരെ ലേറ്റ് ആയിട്ട് വന്നിട്ട് 11 മണിക്കൊക്കെ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തവർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുപോലെ ഏർലി മോർണിംഗോ
ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ആ 20 മിനിറ്റ്സ് മാറ്റി വെക്കുന്ന 20 മിനിറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കും. അപ്പൊ 20 മിനിറ്റ് മാറ്റി വെക്കണമല്ലോ എന്ന് വിചാരിച്ച് അതൊരു ബേർഡൻ ആയിട്ട് കണക്കാക്കരുത്. അതിലുണ്ടാകുന്ന റിസൾട്ട് നിങ്ങൾ സ്വപ്നം കാണുക. ആ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുക. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇതാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്. ഇനി വേറൊരു ഡൗട്ട് ഈ ആഴ്ച എന്നോട് ചോദിച്ചിരുന്നത്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഞാനൊരു മിസ്റ്റേക്ക് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തത്, പലരും മൂന്നാമത്തെ ഡേ ത്രീ എന്താണ്, പിച്ചിനെ കുറിച്ചുള്ളതാണ് അല്ലേ. അപ്പോൾ ശ്രുതി എങ്ങനെ ഉറപ്പിക്കാം എന്നുള്ള ആ ലെസണിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് അവിടെ അങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2-3 ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 2 ചാപ്റ്ററിൽ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, പിന്നെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ വേറൊരു ആപ്ലിക്കേഷൻ പറയുന്നുണ്ട്, പിന്നെ ഐഫോണിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ ലെസൺ നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്താൽ അറിയാം. ായി സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ശബ്ദം നാം കേൾക്കുന്നു. അത് C3 ആണോ, ശേഷം മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകാവൂ. ഇതൊരു ഇവിടെയാണ് പ്രശ്നം. മെന്റൽ എക്സസൈസ് ആണ്. ഇവിടെയാണ് പ്രശ്നം, ഈ ഒരു പോയിന്റ്. സ്കോർ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ബസ് യാത്രയിൽ ക്യൂവിൽ നിൽക്കുമ്പോൾ ഈ സമയത്തൊക്കെ ഒരു ഹെഡ്ഫോൺ കൂടെ ഉണ്ടെങ്കിൽ ഇതിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാ ദിവസവും കുറച്ച് സമയം ഇതിനായി മാറ്റിവെക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പിച്ച് സ്കോർ സംബന്ധിച്ച് പറഞ്ഞതിൽ 2 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, എല്ലാ ദിവസവും ഈ ഗെയിം ചെയ്യണം. 2, ഒരു ലെവൽ 100 ആയതിനു ശേഷം മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകാവൂ. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഒരു ലെവൽ 100 ആയതിനു ശേഷം മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകാവൂ എന്ന് പറഞ്ഞു. ഈ അടുത്ത ലെവൽ എന്ന് ഉദ്ദേശിച്ചത് അടുത്ത ഡേ 4 എന്ന് പറയുന്ന അടുത്ത ഈ 4ാമത്തെ ലെസൺ അല്ല. വാമപ്പ് എക്സസൈസ് എങ്ങനെ തുടങ്ങാം, വാമപ്പ് എക്സസൈസ് തുടങ്ങാം എന്ന് പറയുന്നത് 4ാമത്തെ ലെസണിലേക്ക് പോകുന്നതിനെ കുറിച്ചല്ല അടുത്ത ലെവൽ എന്ന് ഉദ്ദേശിച്ചത്. അടുത്ത ലെവൽ എന്ന് അവിടെ ഉദ്ദേശിച്ചത് ആ ആപ്ലിക്കേഷനിലെ അടുത്ത ലെവലാണ്. ആപ്ലിക്കേഷനിൽ പല ലെവൽസ് ഉണ്ട്, നമുക്കറിയാം അല്ലേ. ആവശ്യപ്പെടും. അപ്പോൾ വലത് ഭാഗത്ത് ഏറ്റവും 1 ഓപ്പൺ ചെയ്താൽ ഇവിടെ മുകളിൽ ഒരു 1ാമത്തെ ലെവൽ മുതൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടെ പല ലെവൽസ് ഉണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞിട്ട് കുറെ ലെവൽസ് അതിനകത്ത് ഉണ്ട്. അപ്പോൾ അവിടെ ആ ലെവൽ എന്ന് ഉദ്ദേശിച്ചത് ആപ്ലിക്കേഷനിലെ ലെവലാണ്. എല്ലാ ദിവസവും ചെയ്യണം. ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും നമുക്ക് ഒരു പക്ഷെ അത് തീർന്നില്ല എങ്കിൽ, 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ ലെവൽസ് എല്ലാം കളിച്ച് തീർന്നില്ല എങ്കിൽ അപ്പോൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുക എന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ആപ്ലിക്കേഷനിലെ ലെവൽസ് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ച് നമ്മുടെ ഇങ്ങോട്ടുള്ള ഈ ട്രെയിനിങ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷനും വച്ചുകൊണ്ടിരിക്കരുത്. ട്രെയിനിങ് അവിടെ സ്ട്രക്ക് ആവരുത്. അതെല്ലാം കംപ്ലീറ്റ്, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമല്ല 4ാമത്തെ ലെസണിലേക്കും 5ാമത്തെ ലെസണിലേക്കും പോകേണ്ടത്. ആപ്ലിക്കേഷന്റെ വഴിക്ക് പുരോഗമിക്കുന്നു. നമ്മുടെ ട്രെയിനിങ് 4, 5, 6, 7, 8, 9 അങ്ങനെ ഓരോ ദിവസവും നമ്മൾ പിന്നിട്ട് അത് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ ഒടുവിൽ ഈ 30ാമത്തെ ദിവസം 25 ലെസൺ കഴിയുമ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷനും ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു കോമൺ മിസ്റ്റേക്ക് എനിക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. കുറെ പേര് അങ്ങനെ സ്ട്രക്കായി നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ അത് നിങ്ങൾ സ്ട്രക്കായി പോകരുത്. ജസ്റ്റ് മൂവ് ഓൺ. അപ്പൊ നമ്മുടെ ലെസണിൽ നിങ്ങൾക്കറിയാം, ആദ്യത്തെ 7 ലെസൺ കഴിയുമ്പോൾ പിന്നെ 2 ദിവസം വോയിസ് റെസ്റ്റ് ആണ്. 14 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു വോയിസ് റെസ്റ്റ് വരും 2 ദിവസം. 21 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു വോയിസ് റെസ്റ്റ് വരും. അങ്ങനെ 25 ലെസൺസ് ഉണ്ട്. അതെല്ലാം കൂടെ കവർ ചെയ്യുമ്പോൾ 30 ദിവസത്തോളം ആകും. ഈ വോയിസ് റെസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് 30 ദിവസത്തോളം ആകും. അപ്പൊ
അപ്പോൾ ആ 30 ദിവസം കഴിയുമ്പോൾ ആപ്ലിക്കേഷനും അതിനോടൊപ്പം പുരോഗമിച്ച് വരിക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ എക്സസൈസ് ചെയ്യാനിരിക്കുന്ന സമയത്ത് തന്നെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെന്നുമില്ല. അതാ പറഞ്ഞത്, നിങ്ങൾ യാത്രയിൽ ഇരിക്കുമ്പോഴോ ക്യൂവിൽ നിൽക്കുമ്പോഴോ ആ സമയത്ത് എക്സസൈസ് അപ്പാർട്ട് ഫ്രം എക്സസൈസ് ടൈം, ആ എക്സസൈസ് സമയത്തിന് പുറത്ത് അത് ചെയ്താൽ മതിയാകും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ഡൗട്ട് ചോദിച്ചിരിക്കുന്നു. പ്ലീസ് ചെക്ക് ആൻഡ് യൂസ് ദിസ്. നോ സൗണ്ട്. നോ സൗണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ബാക്കിയുള്ളവർക്ക് അത് ഓഡിബിൾ ആണ്. ഒരാൾ എനിക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. പ്ലീസ് ചെക്ക് ആൻഡ് ഫിക്സ് ദിസ് ഇഷ്യൂസ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഓക്കെ ക്ലബ് മീറ്റിംഗിൽ പറയാനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ തരുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാറേ, ഞാൻ ശെൽവരാജാണ്. പറയൂ സാർ. സാറ് പറഞ്ഞ പോലെ ഞാൻ സ്റ്റക്കായി പോയി. ആ തേർഡ് ലെസൺ കഴിഞ്ഞപ്പോൾ എനിക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ സ്റ്റക്കായി പോയി. സാറിനോട് ഞാൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സംസാരിച്ചോട്ടെ ആ വിഷയത്തിൽ. സാറ് പറഞ്ഞ ഫർദർ ആയിട്ട് പൊക്കോളൂ, നമുക്ക് പരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ഞാൻ ചെന്നപ്പോഴത്തേക്കും സാർ ഒരു ലിങ്ക് ഇട്ടുണ്ട്. ആ ലിങ്ക് ചെന്നിരിക്കുന്ന പ്ലേ സ്റ്റോറിൽ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള അതിലാണ് പോയി നിൽക്കുന്നത്. അവിടെയും ഈ മെസ്സേജാണ് വരുന്നത്. പഴയ ആൻഡ്രോയിഡ് ഫോണിന്റെ വെർഷന് വേണ്ടിയുള്ള ഒരു ആപ്പാണ്. അതെ, 2 ആൻഡ്രോയിഡ് ഫോണിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ആ വീഡിയോയിൽ ലെസനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ രണ്ടും വർക്ക് ആകാത്തവർക്ക് മൂന്നാമത് ഒരു തേർഡ് ആപ്ലിക്കേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് ആ പർട്ടിക്കുലർ ആയിട്ട് ആ ഒരു കാര്യം തന്നെ സാർ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. തേർഡ് ഒരു ആപ്ലിക്കേഷൻ ഞാൻ തരാം. അതിന്റെ ഒരു യൂട്യൂബ് ഡെമോൺസ്ട്രേഷനും ഞാൻ തരാം. എങ്ങനെയാ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുന്നതെന്നും ഞാനത് കൊടുത്തു. ഡയറക്ഷൻ തന്നാൽ മതി. അതെ, എനിക്ക് നമ്മുടെ വാട്സപ്പിൽ തന്നെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. വേറെ ഒരാള് നോ സൗണ്ട് എന്ന് പറയുന്നു. അതെ, ഓക്കെ. ഇപ്പൊ ക്ലിയർ ആണോ ഗീത? ഞാൻ കാതിൽ വെച്ചാ കേൾക്കണം, ഒന്നും കേൾക്കണില്ല വളരെ. ഞാൻ എന്നിട്ട് സെറ്റിംഗ്സ് ഒക്കെ പോയി വോളിയം നോക്കിയപ്പോ ഇവിടെ ഓക്കെയാണ്. അവിടെ ഒന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട് സാർ, പക്ഷെ ഇറ്റ്സ് നോട്ട് വെരി, ഐ മീൻ വോളിയം ഇല്ല. ഒരു സെക്കൻഡ്. ഹലോ ഹലോ, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം സാർ, പക്ഷെ നോട്ട്, ഐ മീൻ എനിവേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? അതോ ഞാൻ മനസ്സിലായി സാർ. ഇയർഫോൺ ഒന്ന് മാറ്റി ചിലപ്പോൾ ക്ലിയർ ആവും മാഡം. ഞാനിപ്പോ ഇയർഫോൺ മാറ്റി. ഓക്കെ. അപ്പൊ ആരെങ്കിലും ക്ലിയർ അല്ല. ഇപ്പൊ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആരെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ജസ്റ്റ് കം ബാക്ക്. ഹലോ സർ. പറയൂ. ഹലോ സർ, ഞാൻ നിർമ്മലയാണ്. ഞാൻ ആക്ച്വലി സെപ്റ്റംബറിൽ ചേർന്ന ആളാണ്. പിന്നെ ഒരു നവംബർ ഒരു പകുതി വരെ ഞാനത് കണ്ടിന്യൂ ചെയ്തു പോയി. പറയുന്ന പോലെ ലാസ്റ്റ് ലെസൺസ് ഒക്കെ എത്തിയായിരുന്നു. 24 ഡേ വരെയൊക്കെ എത്തിയിരുന്നു. പിന്നെ എനിക്ക് അത് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ്, ഫാമിലി ഇഷ്യൂസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഞാനൊരു സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്നാലും എൻ്റെ സൗണ്ടിന്റെ ഒരു കുറെ പ്രശ്നങ്ങൾ ഇപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാറിന് അറിയാലോ, ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോ അത് തന്നെയുള്ള ഒരു പറയട്ടെ. ഞാൻ ഇടയ്ക്ക് അത് പറയാറുണ്ട്. ഈ മസിൽസ് ബിൽഡ് ചെയ്യുന്നവര്, ജിമ്മിൽ പോകുന്നവര് എത്ര ദിവസം ജിമ്മിൽ പോയാൽ അവർക്ക് മസിൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? എല്ലാ ദിവസവും പോകണം. അതെ, അതെ. അപ്പൊ അത് നമുക്കില്ലാത്തൊരു സാധനം നമ്മൾ ഉണ്ടാക്കി, നമുക്ക് നാച്ചുറലി ഒരു പക്ഷെ ഇല്ലാത്ത സാധനം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചെറുതായിട്ടെങ്കിലും ഈ ഒരു 25 ട്രെയിനിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ ആ സ്കോർ ബോർഡ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഓടിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ.
അപ്പൊ അങ്ങനെ ഓക്കെ, ചെയ്യാം ചെയ്യാം ചെയ്യാൻ കുഴപ്പമുണ്ടായിട്ടല്ല. ഓക്കെ ഞാൻ പറഞ്ഞു അല്ലാതെ തന്നെ ഇപ്പൊ എൻ്റെ സൗണ്ടിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഹെൽത്തിനും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ അപ്പോൾ അതൊക്കെ കാരണം എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നവംബർ ലാസ്റ്റ് മുതൽ എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരേക്കും അതിലേക്ക് ഒന്ന് കയറാൻ വന്നു. ഓക്കെ അപ്പൊ ഇന്നിപ്പോ ഫെബ്രുവരി 23rd ആയില്ല. അപ്പൊ ഓക്കെ ഇത്രയും ഈ ഒരു ബ്രേക്ക് എനിക്ക് വന്നു. അപ്പൊ എനിക്ക് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി ഞാനത് സ്റ്റാർട്ടിങ് മുതൽ ഇത് ചെയ്യണോ, അതോ ഞാൻ ഇപ്പൊ ചെയ്ത അതുവരേക്കുള്ളത് ഞാൻ സ്കോർ ബോർഡ് ഇത് കയ്യിലുണ്ടോ? ചെയ്താൽ മതിയോ? സ്കോർ ബോർഡ് കയ്യിലുണ്ടോ? സ്കോർ ബോർഡ് കയ്യിലുണ്ട്. ഞാൻ സ്കോർ ലാസ്റ്റ് ബോർഡ് ചെയ്തിരിക്കുന്നത്, ലാസ്റ്റ് ഉള്ള എൻ്റെ സ്കോർ ബോർഡ് വന്നിരിക്കുന്നത് ഹൈ പിച്ച് 811. ഹൈ പിച്ച് ലോ പിച്ച് ആണ്. ആ 811 അല്ല, 811 ആണ്. ഓക്കെ. ഡേറ്റ് പറഞ്ഞത് അൺമ്യൂട്ട് ചെയ്യൂ. ഓഡിയോ കട്ടായല്ലോ. ഹലോ ഓക്കെ. സർ. 811 ആണ്. സാർ 811 ആണ് ലാസ്റ്റത്തെ എൻ്റെ സ്കോർ ബോർഡ് ഓക്കെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ അതില് എല്ലാം ഉണ്ട്. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വോക്കൽ ഫ്രൈ സ്കോർ വരെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് എനിക്ക് നാളെ തന്നെ തുടങ്ങാം. ഓക്കെ. അപ്പോൾ നാളത്തെ ഡേറ്റ് ഇട്ട് അതിന് തൊട്ട് താഴെ നാളത്തെ ഡേറ്റ് ഇട്ട് ആ സ്കോർ ബോർഡ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും എങ്ങനെയാണ് ആ ലെസൺ എന്ന് ഡൗട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലെസൺ അവിടെ ഉണ്ടല്ലോ, അത് ചെന്ന് നോക്കി അത് ക്ലാരിഫൈ ചെയ്താൽ മതി. ഓക്കെ. ഞാൻ അന്ന് ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ലല്ലോ, എല്ലാം അതെ മാനുവൽ ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അതെ. ഇതിൽ ആപ്ലിക്കേഷനിൽ ഇപ്പൊ ഞാൻ ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഒന്നും അറിയില്ല. അത് നോക്കിയിട്ട് വേണം. അപ്പൊ ആ ആപ്ലിക്കേഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ പ്ലാറ്റ്ഫോമിൽ ടീച്ചബിൾ ആയിരുന്നു നിങ്ങൾ ജോയിൻ ചെയ്തിരുന്നത് അല്ലേ? അതെ, ടീച്ചബിളിലാണ് ജോയിൻ ചെയ്തത്. ഞാൻ ടാഗ് മാംഗോയില് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടിങ് ഓപ്പൺ ചെയ്യും. മുതലെയാണ്. അപ്പോൾ അതിനകത്ത് ഈ ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് കംഫർട്ടബിൾ ആകും. കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ്, നാളെ മുതൽ ചെയ്യുമ്പോൾ ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് എന്നെയോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലോ ഞാൻ ഇന്നത്തെ എക്സസ് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും അത് ഒരു മോട്ടിവേഷനാണ്, അത് കേൾക്കുന്നവർക്കും. ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കൂല എന്നൊക്കെ നമുക്ക് തോന്നും. തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. എൻ്റെ ഒരു ഡൗട്ട്, നമ്മൾ അന്ന് പറഞ്ഞിരുന്ന ഒരു വോക്കൽ കെയർ സ്കോർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്തിരുന്നു. അതെ അത് തന്നെയാണോ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്, അതോ അതെ 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 നമ്മൾ അത് തന്നെയാണ്. ഡയറക്റ്റ് ആണോ? ഇല്ല, അത് തന്നെയാണ്. ആ സ്കോർ ബോർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള എവിടെയാണ് ആ സ്കോർ ബോർഡ് ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നതെന്നാണ് ഒന്നാമത്തെ ലെസന്റെ ചുവടെ ഞാൻ കാണിച്ചത്. ഓക്കെ. അപ്പൊ ഇത് സാറിന് എങ്ങനെ ഞാൻ ഇത് അയച്ചു തരും? വാട്സപ്പിൽ കൂടെ അയച്ചു തരണോ? എങ്ങനെയാണ് ഏത് സ്കോർ ബോർഡാണോ? സ്കോർ ബോർഡ്? അതെ, അതെ, സ്കോർ ബോർഡിന്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചാൽ മതി. വാട്സപ്പിൽ ഇട്ടാൽ മതി. വാട്സപ്പിൽ ഇട്ടാൽ മതി. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ഇട്ടാൽ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമാകും. അതെങ്ങനെയാ ഇടണ്ടേന്നല്ല, ഞാൻ ഒരു പ്രാവശ്യം സാറിനോട് ചോദിച്ചിരുന്നു. ഓക്കെ. പിന്നെ റിപ്ലൈ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് കിട്ടിയില്ല. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് എനിക്കൊരു വോയിസ് മെസ്സേജ് നമ്മുടെ വാട്സപ്പിൽ എനിക്ക് ചെയ്താൽ മതി. ഞാൻ അതിന്റെ വീഡിയോ ഡെമോൺസ്ട്രേഷൻ അയച്ചു തരാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ താങ്ക് യു സാർ. ഓക്കെ. മറ്റെന്തെങ്കിലും ഉണ്ടോ? നമസ്തേ. ഓക്കെ. ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒക്ടോബറിൽ ജോയിൻ ചെയ്തതാ. പകുതിയായപ്പോ തൊട്ട് നിർത്തിവെച്ചു. കുറച്ച് തിരക്ക് ആയിപ്പോയി എന്ന് വേണമെങ്കിൽ ജോയിൻ ഓക്കെ. താങ്ക് യു ഇപ്പോ ഫോർ ജോയിനിങ് ദി വോക്കൽ ക്ലബ്. ഇന്ന് ജോയിൻ ചെയ്തതിൽ പ്രത്യേക സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സൂം മീറ്റ്. ഓക്കെ. ഇതുവരെ പറ്റിയിട്ടില്ല. സാരമില്ല, ഞാൻ ഇനി ശല്യം ചെയ്തുകൊണ്ടിരിക്കാം. താങ്കൾ ഡോക്ടർ അല്ലേ? ഗുജറാത്തിൽ അതെ ഓക്കെ. അതെ. സമയം പിന്നെ നമുക്ക് ബുദ്ധിമുട്ട് അറിയാവുന്നത് കൊണ്ട് സാറിനെ ഇങ്ങനെ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറെ കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കുന്നത്. ഇല്ല, അങ്ങനെയല്ല. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിലല്ല, നിങ്ങളിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകണം, ആ ഒരു റിസൾട്ട് കിട്ടണം എന്നുള്ളതേ ഉള്ളൂ.
വെറുതെ കുഴപ്പമില്ല. അത് അല്ലല്ലോ നമ്മളെ കാരണം ബുദ്ധിമുട്ടിക്കുന്നത്. എനിക്ക് പഠിക്കണം. അത് ഞാൻ എത്ര സമയം എടുത്താലും പഠിക്കും. അത് എൻ്റെ ഒരു ഡിസിഷനാണ്. അപ്പൊ പിന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. യെസ് യെസ് കുഴപ്പമൊന്നുമില്ല. ഇനി കണ്ടിന്യൂ ചെയ്തോളാം. കാരണം ഇടയ്ക്ക് ഒത്തിരി തിരക്കായിപ്പോയി, അതുകൊണ്ടാണ്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും തിരിച്ചു വന്നല്ലോ, വളരെ സന്തോഷം. ശരി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേരുന്നു. നന്നായിട്ട് ലെസൺസ് ഒക്കെ ചെയ്യുക, കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളിൽ നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. മേക്ക് മീ ഹാപ്പി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. Good night, sir. നൈറ്റ്. Thank you so much. ഗുഡ് നൈറ്റ്. Thank you. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night, sir. ഗുഡ് നൈറ്റ് ഉണ്ണി.